എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 500 ml അഥവാ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാല് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കണം. ഇനി ചെറുതായിട്ടൊന്ന് തിളക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നിലക്കടലയും അണ്ടിപ്പരിപ്പും കൂടി ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ നട്ട്സ് കിട്ടുമോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നട്ട്സൊക്കെ നല്ല സോഫ്റ്റായി വന്നോളും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. കോൺഫ്ലവർ പൗഡർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കട്ടൊന്നുമില്ലാതെ നല്ലോണം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ കട്ടി കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം പാലിലേക്ക് ഒഴിച്ചിട്ട് കട്ടി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലോണം കട്ടിയിൽ കിട്ടേണ്ട, എന്നാലും കട്ടി തീരെ കുറവല്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്തിട്ട് നടുവത്തെ ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നടുവത്തെ ഭാഗം മാത്രം എടുക്കുക. ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് ബ്രെഡ് മുഴുവൻ അടിയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാതെ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിയിലേക്കൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അടുത്ത ലെയറും മുകളിലായിട്ട് വെച്ചെടുക്കുക. അതേപോലെ തന്നെ മുകളിലായിട്ട് മിക്സ് ഒഴിച്ചെടുക്കാം. ഈ മിക്സ് ഒഴിച്ചെടുക്കുമ്പോൾ മുകളിലായിട്ട് നല്ല കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചെടുക്കാൻ. നമ്മൾ മിക്സ് തയ്യാറാക്കുമ്പോൾ ഇതേ ഒരു രീതിയിൽ വേണം കിട്ടാൻ. കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ ഇത് അടിയിലേക്ക് ഇറങ്ങി പോകാൻ പ്രയാസമാവും. അപ്പോൾ ഈ അടിയിലെ ബ്രെഡൊന്നും സെറ്റായി കിട്ടൂല. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ നട്ട്സും പീനട്ട്സും കൂടി മിക്സ് ആക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്